ഉദ്യോഗസ്ഥർക്കെതിരായ കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ മൊഴികൾ കൂടുതൽ വ്യക്തത തേടി വിജിലൻസ്. ഇഡി ഉദ്യോഗസ്ഥൻ നേരിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടതിന് വിജിലൻസ് തെളിവുകൾ ലഭിച്ചിട്ടില്ല. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിക്കുകയാണ്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്ന് ആദ്യം ആരോപിച്ചിരുന്ന അനീഷ് ബാബു ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറാണ് അസഭ്യം പറഞ്ഞതെന്ന് പിന്നീട് തിരുത്തുകയായിരുന്നു. തനിക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട് വ്യവസായിയായ അനീഷ് ബാബു വിജിലൻസിന് നൽകിയ വിശദീകരണങ്ങൾ, ഏജന്റുമാരുമായി അനീഷ് ബാബുവിനെ ബന്ധപ്പെട്ടതാര്, ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ മൊഴികളിലെ തെളിവുകൾ എന്നിവയെല്ലാം വിജിലൻസ് പരിശോധിക്കും. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതിയേർത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചതിനു ശേഷമേ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ. ആരോപണ വിധേയരായ മറ്റുദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ശ്രദ്ധാപൂർവമായിരിക്കും. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും അനീഷ് ബാബു വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിജിലൻസിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു തനിക്ക് മാറിപ്പോയെന്ന് പരാതിക്കാരൻ പറഞ്ഞത്. സംഭവത്തിൽ ഇഡിയുടെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. ആരോപണ വിധേയർ അന്വേഷിക്കുന്ന കേസുകൾ, നിലവിലെ സ്ഥിതി എന്നിവയെല്ലാം ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറും പരിശോധിക്കുന്നുണ്ട്. ജനം, കൊച്ചി.